കാലഘട്ടത്തിൽ ഞാൻ ആ കാലത്തൊക്കെ വരുമ്പോൾ ഓർക്കുന്നുണ്ട്, ഞാൻ ചിലരോടൊക്കെ പരിചയപ്പെടുമ്പോൾ അവർ 12 മണിക്കൂറും 16 മണിക്കൂറും ജോലി ചെയ്തിട്ടാണ് വിഷൻ പ്രകടേഷ് ഫോറത്തിൻ്റെ ഒരു പൊതു മീറ്റിങ്ങിലൊക്കെ വന്നിരിക്കുന്നത്. മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകുന്ന പലരെ എനിക്ക് ആ കാലഘട്ടത്തിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് വിഷൻ പ്രകടേഷ് ഫോറത്തിൻ്റെ ആളുകളുടെ വീടുകളിലാണ് ഞാൻ പലപ്പോഴും വന്ന് താമസിച്ചിട്ടുള്ളത്. ഞാൻ ഗൾഫിൽ വരുമ്പോൾ പലപ്പോഴും, ഗൾഫിൽ മാത്രമല്ല വിദേശത്ത് പോകുമ്പോൾ കഴിയുമെങ്കിൽ നമ്മുടെ പാർട്ടി പ്രവർത്തകരുടെയോ നമ്മുടെ അനുഭാവികളുടെയോ അല്ലെങ്കിൽ ആരുടെയും വീടുകൾ, ഞാൻ ഹോട്ടലുകളിൽ വളരെ ചുരുക്കം ഒരു പ്രാവശ്യം ഒരു ദിവസം മാത്രമേ ഞാൻ ഇതുവരെ വിദേശത്ത് വന്നിട്ട് ഹോട്ടലിൽ താമസിച്ചിട്ടുള്ളൂ. അതും ഒരു സംഘടന അവിടെ നിർബന്ധമായിട്ടൊരു റൂം എടുത്ത് തന്നുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ ആ റൂമിൽ നിന്ന് വിടുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു ആത്മബന്ധം കുടുംബങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്. അപ്പം അങ്ങനെയുള്ള അവസരത്തിലൊക്കെ എത്രയോ കഷ്ടപ്പാടുകൾ. നാട്ടിലൊക്കെ വരുമ്പോൾ നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നല്ല സൂട്ട്കേസും ഒക്കെ പിടിച്ച് ഗൾഫിൽ നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടുത്തെ ഒരു രാജകുമാരൻ്റെ കൂട്ടമൊക്കെ നാട്ടിൽ വേഷമൊക്കെ അണിഞ്ഞ് വരുമെങ്കിലും ഇവിടെ ഈ കിടന്ന് വെയിലത്ത് കിടന്ന് ഉരുകി അത്രമാത്രം കഷ്ടപ്പാട് അനുഭവിച്ച ഒരു ഇന്നലകൾ എല്ലാവർക്കും ഉണ്ട്. ഗൾഫിൽ രക്ഷപ്പെട്ടിട്ടുള്ള ആളുകൾക്കെല്ലാം അങ്ങനത്തെ ഒരു ഇന്നലെയുണ്ട്. രക്ഷപ്പെടാത്ത ആളുകൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാവണമെന്നില്ല. കാരണം അതുപോലെ കഷ്ടപ്പെട്ട് ആരും നശിച്ചു പോയിട്ടുമില്ല എന്ന് നമുക്കറിയാം. അങ്ങനെ കഷ്ടപ്പെടുമ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു മൂല്യം, അതിൻ്റെ ഒരു തനിമ, അത് ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾ ശ്രമിച്ചു എന്നതിലാണ് നിങ്ങളുടെ മഹത്വം ഞാൻ കാണുന്നത്. അത് വേറെ ഒന്നും കിട്ടുമെന്ന് വിചാരിച്ചല്ല. നാട്ടിൽ ഏതൊരു സ്ഥാനം കിട്ടും, KPCC ഒരു അംഗത്വം കിട്ടും, ചിലപ്പോൾ നാട്ടിൽ ചെന്നാൽ ഒരു മണ്ഡലം കമ്മിറ്റി പോലും നിങ്ങൾ വിളിച്ചെന്ന് വരികയില്ല. നിങ്ങൾ നാട്ടിൽ ചെല്ലുമ്പം ഗൾഫിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്, നാളെ ഒരു പിരിവിന് പോവാം, അല്ലെ നമ്മളൊരു മീറ്റിങ്ങിന് വിളിക്കുക, ആ തരത്തിലൊക്കെയാണ് നിങ്ങളെ ചിലപ്പോഴൊക്കെ പാർട്ടി പ്രവർത്തകർ കണ്ടിട്ടുള്ളതെങ്കിലും പിന്നീട് വിഷൻ പ്രകടേഷ് ഫോറത്തിൻ്റെ ആളുകൾ നല്ല താക്കോൽ സ്ഥാനങ്ങളിൽ പ്രാദേശികമായും അല്ലാതെയും ഒക്കെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ ഓർക്കുകയാണ്. അവരവിടുത്തെ പാർട്ടിയെ പല രീതിയിൽ നിയന്ത്രിച്ചിട്ടുണ്ട്. പാർട്ടി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കൂടുതൽ ശക്തി പകർന്നിട്ടുണ്ട്. തളരാതെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒട്ടേറെ പ്രേരക ശക്തിയായി കോൺഗ്രസിൻ്റെ ഒരു അഭിമാനമായി നിങ്ങൾ എക്കാലവും ഉയർന്നു നിന്നിട്ടുണ്ട്. ആ കാര്യവും ഞാൻ ഈ അവസരം ഓർമ്മിക്കുകയാണ്. അന്നത്തേക്കാൾ ഉത്തരവാദിത്വം ഈ അവസരത്തിൽ നമുക്കുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിന് 2-3 കാരണമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയം മാത്രമല്ല, നമ്മുടെ ദേശീയ രാഷ്ട്രീയം നമ്മൾ കാണും. നമ്മുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് വേറൊരു രാജ്യത്ത് നിന്ന് തെറ്റായ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം, ആ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, അദ്ദേഹം ഒരു ഒരു റിയാലിറ്റി ഷോ നടത്തുന്നത് പോലെ ചില കാര്യങ്ങളെ കാണുന്നത്, അത് നമ്മൾ ഗൗരവതരമായി കാണേണ്ട ഒന്നാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ, പ്രത്യേകിച്ച് ഒരു വിദേശ രാജ്യത്തിരുന്നുകൊണ്ട് ബഹുമാനത്തോടെ നമ്മുടെ പ്രധാനമന്ത്രി എന്ന വാക്ക് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിനകത്തുള്ള ചില രാഷ്ട്രീയം ഉയർന്ന കണ്ണോടെ നമ്മൾ കാണേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഉയർത്തിപ്പിടിച്ച പല മൂല്യങ്ങളും തകർക്കാൻ ബോധപൂർവമായ ചില ശ്രമം നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതോടൊപ്പം തന്നെ നമുക്കറിയാം, മഹാത്മജി എന്ന് പറയുന്ന ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സമാധാനത്തിൻ്റെ അവധൂതനായി ലോകത്തിലെ മുഴുവൻ രാഷ്ട്രങ്ങളും കണക്കാക്കപ്പെട്ടിരിക്കുന്ന ഗാന്ധിജിയെ അപഹസിക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബുക്കർ പ്രൈസ് നേടിയ അരുന്ധതി റോയിയെ പോലുള്ള എഴുത്തുകാരികൾ മാത്രമല്ല, പലതരത്തിലുള്ള ആളുകളും ഗാന്ധിജിയെ ഇകഴ്ത്താൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒന്ന് താഴ്ത്തിക്കെട്ടാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആര് താഴ്ത്തിക്കെട്ടിയാലും ഗാന്ധിജിയുടെ വ്യക്തിത്വം തകർന്നു പോകും എന്നുള്ളത് കൊണ്ടല്ല. നമ്മൾ ആരും ഗാന്ധിജിയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞില്ലെങ്കിലും ഗാന്ധിജിയുടെ വ്യക്തിത്വം തകർന്നൊന്നും പോകുകയല്ല. പക്ഷേ ബോധപൂർവമായി നടക്കുന്ന അത്തരം പ്രചരണങ്ങളെ എല്ലാ തലങ്ങളിലും പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. വിഷൻ പ്രകടേഷ് ഫോറത്തെ പോലുള്ള സാംസ്കാരിക പ്രസ്ഥാനം അത് കൂടുതൽ ഉയർത്തി പറഞ്ഞ് മുന്നോട്ട് പോകണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മാനവ സംസ്കൃതി എന്ന് പറയുന്ന ഒരു സംഘടന കേരളത്തിലെ 14 ജില്ലകളിലും 75 താലൂക്കാണ് കേരളത്തിലുള്ള, അവിടെയും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ചെയർമാനാണ് ഞാൻ. ആ സാംസ്കാരിക സംഘടനയാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം. സാംസ്കാരിക പ്രവർത്തനത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ജനാധിപത്യ ചേരിയോട് വിശ്വാസമുള്ള കോൺഗ്രസ് അനുഭാവികളുടെ ഒരു സംഘടനയാണ്. അതിനകത്ത് കേരളത്തിൽ നിരവധി പാർട്ടി ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഏത് ഗ്രൂപ്പിലുള്ളവർക്ക് ചേരാവുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് മാനവ സംസ്കൃതി.
ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഗാന്ധിജിക്കെതിരെ നടക്കുന്ന ഈ പ്രചരണത്തെ ചെറുക്കുന്നതിന് വേണ്ടി 101 പ്രഭാഷണങ്ങൾ 75 താലൂക്കിൽ മാത്രമല്ല കേരളം മുഴുവനായി 101 പ്രഭാഷണങ്ങൾ ഗാന്ധിജിയെ പറ്റി നടത്താൻ വരുന്ന ഒരു വർഷത്തിനകം നടത്തി തീർക്കാൻ ഞങ്ങളൊരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ പ്രഭാഷണം ഈ മാസം 18-ാം തീയതി കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് എന്ന് പറയുന്ന താലൂക്കിൽ, പുതിയ താലൂക്കാണ്, അവിടെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഒട്ടേറെ കള്ളപ്രചരണം നടക്കുകയാണ്. ഇപ്പം നടക്കുന്ന എത്ര സമയമുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു പ്രചരണം നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണം, ഒന്ന്, ഗാന്ധിജി പട്ടികജാതി പട്ടികവർഗക്കാരെ എല്ലാം തകർക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു നേതാവാണ് എന്ന ഒരു കള്ളപ്രചരണം നടക്കുന്നു. അതിന് ഉപോത്ബലകമായി പറയുന്നു അംബേദ്കറും ഗാന്ധിയും തമ്മിലുള്ള ചില ബന്ധത്തെ പറ്റിയൊക്കെ പറഞ്ഞാണ്. അതാണ് ഒരു പ്രചരണം. രണ്ടാമത്തെ പ്രചരണം, ഗാന്ധിജി ഒരു സനാതന ഹിന്ദു എന്ന് പറഞ്ഞത്, ആ സനാതന ഹിന്ദുവിനെ ഒരു വിശ്വ ഹിന്ദു എന്ന മട്ടിലൊക്കെ ചിത്രീകരിക്കാൻ ഇപ്പോൾ ഒരു ശ്രമം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗാന്ധിജിയുടെ ചാതുർവർണ്ണയത്തെ പറ്റി ഗാന്ധിജിയുടെ കാഴ്ചപ്പാട് വളരെ മോശമായിരുന്നു എന്ന മട്ടിൽ മൂന്നാമതൊരു പ്രചരണം. ഈ 3 ഗൗരവതരമായ പ്രചരണം ഗാന്ധിജിയുടെ വ്യക്തിത്വത്തെ പുതിയ വായനയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി ബോധപൂർവമായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2-4 കൂട്ടരെ ആ കൂട്ടത്തിലുണ്ട്. ഒന്ന്, ഈ പറയുന്ന ഗാന്ധിജിയുടെ മഹത്വമല്ല, അംബേദ്കറുടെ മഹത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അംബേദ്കർ ഒരു മഹാനായ വ്യക്തിത്വം തന്നെയാണ്, ഞാൻ അദ്ദേഹത്തെ മോശമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ അംബേദ്കർ തകർക്കാൻ ശ്രമിച്ചയാളാണ് ഗാന്ധിജി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഒരു കാരണവശാലും ചരിത്ര സത്യങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അംബേദ്കർ പുകഴ്ത്തുകയും ഗാന്ധിജിയെ തകർക്കാനും ശ്രമിക്കുന്ന ചില ദളിത് സംഘടന, എല്ലാ ദളിത് സംഘടനയില്ല, അവരാണ് ഒരു പ്രചാരകർ. രണ്ടാമത്തെ പ്രചാരകർ ഗാന്ധിവധം തുടങ്ങി ഇങ്ങോട്ട് ഗാന്ധിജിക്കെതിരെ ഏറ്റവും രൂക്ഷമായ വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ സംഘങ്ങളുടെ പുതിയ രൂപങ്ങളാണ്. മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു കൂട്ടര് ഇന്ന് നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ കടന്നു വരികയാണ്. അവരാണ് മൂന്നാമത് ഗാന്ധിസത്തെ എതിർക്കുന്നത്. എന്തിനാ ഗാന്ധിസത്തെ എതിർക്കുന്നത്? അവർക്ക് ഗാന്ധിയോട് പ്രത്യേക വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. മതേതരത്വ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഗാന്ധിയുടെ നിലപാട് തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഫണ്ടമെന്റലിസത്തിനെതിരാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നാലാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ സ്നേഹിതന്മാരായ കമ്മ്യൂണിസ്റ്റുകാരാണ്. അവരുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ അവർ സ്വാതന്ത്ര്യത്തിന് മുമ്പും പിമ്പും ഗാന്ധി എതിർത്തവരാണ്. ഗാന്ധി എന്താക്കി ഇന്ത്യയെ മാന്തി പുണ്ണാക്കി എന്നായിരുന്നു ഗാന്ധി ജീവിച്ചിരുന്ന കാലത്ത് ഗാന്ധിജി ആക്ഷേപിച്ചിരുന്നവര്. രണ്ടാമത് അവർ പറഞ്ഞ ആക്ഷേപം വാർത്തയിലെ കള്ള സന്യാസിയാണ് ഗാന്ധിജി എന്നാണ്. ഇന്നിപ്പം DYFIയുടെ സമ്മേളനത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിലും ഒക്കെ ഗാന്ധിയുടെ ഒരു പടമൊക്കെ വെക്കുന്നുണ്ട്. കാരണം ഇന്നലെ ചെയ്ത തെറ്റ് മാഞ്ഞു പോട്ടെ എന്ന ഒരാഗ്രഹത്തോട്. അങ്ങനെ വെച്ചാലൊന്നും തീരുന്നതല്ല ആ തെറ്റ്, അത്രമാത്രം ഗാന്ധി ആക്ഷേപിച്ചിട്ടുണ്ട്. അപ്പം പ്രധാനമായി 4 കൂട്ടർ ഇന്ന് ഗാന്ധിക്കെതിരായി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾ എതിർത്താലും ലോകം ഗാന്ധി അംഗീകരിച്ചു കഴിഞ്ഞു. 196 രാഷ്ട്രങ്ങൾ സമാധാനത്തിന്റെ അവധൂതനായി ഗാന്ധിജി അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ പ്രചരണത്തെ ചെറുക്കേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസ്സുകാർക്കുണ്ട്. അതിന് സത്യസന്ധമായ ചില പ്രചരണം നടത്തുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം. പട്ടികജാതിക്കാർക്കെതിരായിരുന്നു ഗാന്ധിജി എന്നൊരു പ്രചരണം നടത്തുന്നു. ഞാൻ പെട്ടെന്ന് ഓർമ്മയിൽ നിന്ന് പറയാണ്. 1915 ഗാന്ധിജി ഒരു ഉപവാസം നടത്തിയിട്ടുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ അറിയാം. അത് തൻ്റെ ആശ്രമത്തിലുള്ള ഒരു പട്ടികജാതിക്കാരനോട് ആശ്രമവാസികളായ അന്തേവാസികളായ ആളുകൾ മോശമായി പെരുമാറിയതിൽ ഉള്ള സങ്കടം കൊണ്ട് അവരുടെ മനസ്സ് മാറാൻ വേണ്ടി ഗാന്ധിജി 1915 ഒരു ദിവസം ഉപവസിച്ചിട്ടുണ്ട്. 1932, 33, 34 ഈ 3 വർഷങ്ങളിൽ യഥാക്രമം 6 ദിവസം, 7 ദിവസം, വീണ്ടും 6 ദിവസം ഗാന്ധിജി ഉപവസിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ദളിതർക്കെതിരെ നടക്കുന്ന അക്രമത്തിൽ മനം നൊന്ത്, അല്ലെങ്കിൽ അവരോടുള്ള വിവേചനത്തിൽ മനം നൊന്ത് ഗാന്ധിജി നടത്തിയിട്ടുള്ള ഉപവാസമാണ്. ഏകദേശം ഒരു 22 ദിവസം ത്തോളം ഗാന്ധിജി
ഇന്ത്യയിലെ പട്ടികജാതിക്കാരോടുള്ള വിവേചനത്തിനെതിരെ ഉപവസിച്ചിട്ടുള്ള ഗാന്ധിജി പട്ടികജാതിക്കാർക്കെതിരാണ് എന്ന് ഇന്ന് ആര് പ്രചരിപ്പിച്ചാലും അത് വിലപ്പോകുന്നൊരു കാര്യമല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് അംബേദ്കർ പങ്കെടുത്തുകൊണ്ട് ഗാന്ധിജി ഒന്നാം വട്ട സമ്മേളനം കോൺഗ്രസ് ബഹിഷ്കരിക്കുകയത്. അംബേദ്കറൊക്കെ പങ്കെടുത്തുകൊണ്ട് സംവരണത്തെ പറ്റി ബ്രിട്ടീഷ് നേതൃത്വവുമായി ചർച്ച നടത്തി. അവിടെ അംബേദ്കർ ബ്രിട്ടീഷ് ഭരണാധികാരികളുമായി ഉണ്ടാക്കിയ കരാറ് സ്വീകാര്യമല്ല എന്ന ധീരമായ ഒരു നിലപാട് ഗാന്ധിജി എടുത്തു. അംബേദ്കർ ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് 78 സംവരണ സീറ്റുകൾ കിട്ടി. അത് പട്ടികജാതിക്കാർക്ക് മാത്രം വോട്ട് ചെയ്യുന്ന പട്ടികജാതിക്കാരുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി എന്നതായിരുന്നു. ഗാന്ധിജി പറഞ്ഞു, ഇന്ത്യയിലെ ജനങ്ങളെ അങ്ങനെ വിഭജിക്കാൻ പറ്റുകയില്ല, പട്ടികജാതിക്കാർക്ക് സംവരണം വേണം, പക്ഷേ മുഴുവൻ ആളുകൾക്കും വോട്ടവകാശം വേണം എന്ന് പറഞ്ഞതിനെ പറ്റി ഒരു തർക്കമുണ്ട്. അത് പറഞ്ഞാൽ ഒത്തിരി സമയം പറയാനുള്ളൂ, അത് പറയുന്നില്ല. പക്ഷേ അതിനെ തുടർന്ന് മരണം വരെ ഉപവസിക്കുമെന്ന് ഗാന്ധിജി പറയുകയും അങ്ങനെ നടന്നതിനെ തുടർന്നാണ് പൂന കരാർ എന്നറിയപ്പെടുന്ന, പൂന പാക്ട് എന്നറിയപ്പെടുന്ന ഒരു കരാറ് അംബേദ്കറും ഗാന്ധിയും തമ്മിലുണ്ടായി. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ 151 സീറ്റുകൾ പട്ടികജാതിക്കാർക്ക് കിട്ടി. ബ്രിട്ടീഷുകാരും അംബേദ്കർ തമ്മിലുള്ള കരാറിൽ 78 സീറ്റായിരുന്നുവെങ്കിൽ ഗാന്ധിജിയുടെ നിലപാടിനെ തുടർന്ന് 151 സീറ്റായി വർദ്ധിച്ചു. ആ ഗാന്ധി എങ്ങനെയാണ് പട്ടികജാതിക്കാർക്കെതിരാக